ഹലോ ഗുഡ് മോർണിംഗ്. ആക്ച്വലി ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ആഫ്റ്റർനൂൺ ആയി. ഇപ്പം 1 മണിയായി സമയം. ഇന്നലെ എത്താൻ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി എണീറ്റ് വരുമ്പം തന്നെ 10:30-11 മണി ആ ഒരു സമയമായി. പിന്നെ എമിനും പീലിക്കും ഫുഡൊക്കെ കൊടുത്ത് എല്ലാവരും കുളിച്ച് മാറ്റി ഇറങ്ങുമ്പോഴത്തേക്കും 1 മണി സമയമായി കേട്ടോ. ഞങ്ങളാരും ഇതൊരു ഭക്ഷണവും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇറങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ. എന്നിട്ട് വേണം ഇവിടുന്ന് എവിടെയെങ്കിലും പോകണമെങ്കിൽ. ഞങ്ങൾ ആക്ച്വലി മെയിനായിട്ട് മൈസൂരിലേക്ക് വന്നത് എമിനും പീലിനെയും സൂവിലൊന്ന് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിട്ടാണ്. ഈ കുട്ടികളാകുമ്പം അവർക്ക് ഈ ആനിമൽസിനൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അവിടെ ഒന്ന് കൊണ്ടുപോകണം. പിന്നെ അതുപോലെ മൈസൂർ ഇവിടെ നിറച്ച് പീക്കോക്ക് ഉള്ള ഒരു പാർക്കില്ലേ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇതിന് മുന്നേ ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങളവിടെ പോകലുണ്ടായിരുന്നു. എപ്പോഴും വന്നാലും ഞങ്ങളവിടെ പോകലുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എമിനും ഇങ്ങനെ ആനിമൽസിനൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ എന്തായാലും സൂലും അവിടെയും പോയ എമിനും എന്തായാലും ഇഷ്ടമാവും, പീലിക്കും ഇഷ്ടമാവും. അപ്പം അവരെ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് മൈസൂരിലേക്ക് വന്നത്. അപ്പോൾ സമയം ഇത്ര ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ 2 സ്ഥലത്തും കൂടി പോകാൻ പറ്റുമോ എന്നറിയില്ല. ഇനിയിപ്പം ഞങ്ങൾ ഇറങ്ങി ഭക്ഷണവും കൂടി കഴിച്ചിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ. അപ്പോൾ നട്ടുച്ച വെയിലാണ്. സൂവിൽ പോയിട്ടുണ്ട്, ഇപ്പോൾ കരിഞ്ഞു. പിന്നെ എനിക്കൊന്ന് സൂ 3 മണി വരെ എങ്ങാനുമാണ് ഉള്ളത്. അപ്പം എന്താ നടക്കാന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഞങ്ങൾ ആദ്യം ഇവിടുന്ന് ഒന്ന് ഇറങ്ങട്ടെ. ആശി അവിടെ വേറെ വ്ളോഗിങ്ങിലാന്ന് തോന്നുന്നു. അങ്ങനെ ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ ഒരു സ്ഥലത്ത് പോകണം. അവിടെ നമ്മൾ സൂവിൻ്റെ അവിടെ ഒരു ഹോട്ടലുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവിടെ നിന്ന് നല്ല ദോശയും ചമ്മന്തിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പുക്കാനെ കാണുന്നില്ല. അപ്പൊക്കെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊക്കെ എമ്മിയും കൂടി പോയതാണ്. വണ്ടി എവിടെയാണ് പാർക്ക് ചെയ്തതെന്ന് അറിയില്ല. അപ്പോൾ അവർ വന്നിട്ട് വേണം നമുക്ക് പോകണമെങ്കിൽ. അപ്പോൾ ഇതാ ഞങ്ങൾ വണ്ടി കയറി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകും. പ്ലാൻ മാറി. നമ്മൾ ലഞ്ച് കഴിക്കണോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണോ എന്ന് ഇങ്ങനെ ഡൗട്ടായിട്ട് നിൽക്കുന്നതായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ കടയിൽ പോകാമെന്ന് വിചാരിച്ചപ്പോൾ അപ്പൊക്കെ പറഞ്ഞു ഇവിടെ മൈലാരി എന്ന് പറഞ്ഞ വേറൊരു റെസ്റ്റോറൻറ്റ് ഇതിന് മുന്നേ വന്നപ്പോൾ കഴിച്ചിട്ടുണ്ട്, നല്ല ഫുഡാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചെന്നാൽ അത് ട്രൈ ചെയ്യാന്ന്. അപ്പോൾ ഞങ്ങളിപ്പം ഹോട്ടലിൻ്റെ മുമ്പിലാണുള്ളത്. നേരെ പോയിട്ട് ഭക്ഷണം കഴിക്കട്ടെ. ഇതാണ് മൈലാരി റെസ്റ്റോറൻറ്റ്, ഓൾഡ് ഒറിജിനൽ വിനായക മൈലാരി. ഇവിടെ ദോശ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. പക്ഷേ ആശയ്ക്ക് ശരിക്കും ചോറായിരുന്നു വേണ്ടത്. അപ്പോൾ ആശ ഇങ്ങനെ ചോദിക്കാം, ഇവിടെ ദോശ മാത്രം ചോറ് കിട്ടില്ലേ. അപ്പം ഇപ്പം നമ്മൾ ദോശ തന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ത്രിപിളാർത്ത മട്ടൻ ബിരിയാണി കഴിക്കാം. ഇതാണ് ദോശ. ദോശൻ്റെ ഉള്ളിൽ മസാല ഉണ്ട്, നല്ല നീണ്ട മണമൊക്കെ ഉണ്ട്. കഴിച്ചു നോക്കട്ടെ. സീരിയസ്ലി നിങ്ങൾ മൈസൂർ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ വന്നിട്ട് ഈ ദോശ ട്രൈ ചെയ്യണം കേട്ടോ. ഇതൊക്കെ സൂപ്പർ ടേസ്റ്റ്. ചട്നിയൊക്കെ സൂപ്പർ. കോഫി ഭയങ്കര കയ്പായി. ഞങ്ങളിവിടുന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങിട്ടോ. സീരിയസ്ലി നിങ്ങൾ മൈസൂർ വരികയാണെങ്കിൽ ഇവിടെ വന്നിട്ട് എന്തായാലും ദോശ ട്രൈ ചെയ്യണം. ഇവിടെ ദോശ മാത്രമായിട്ടുള്ളൂ. കിട്ടില്ലൻ ദോശ എന്ന് പറഞ്ഞാൽ കിട്ടില്ലൻ ദോശ. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ദോശ കഴിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ നഷ്ടമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഒരു ദോശ പാർസൽ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ലഞ്ച് ടൈം ആയില്ലേ. ഞങ്ങളിനി ഭക്ഷണം കഴിക്കുമ്പോൾ എന്തായാലും ലേറ്റ് ആവും. അപ്പം എമിനും പീലിക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദോശ പാർസൽ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അപ്പൊക്കെ വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഞാൻ നേരത്തെ പറഞ്ഞ പീക്കോക്കുള്ള പാർക്കിലേക്ക് ചിലപ്പോൾ പോവാം. വെയിൽ താണിട്ട് ഭയങ്കര വെയിലല്ലേ. അപ്പോൾ വെയിലൊന്ന് കുറഞ്ഞിട്ട് നമ്മൾ സൂവിലേക്ക് ഭയങ്കര വെയിൽ, ലൈറ്റ് ശരിയാവില്ല. കാരാഞ്ചി ലേക്ക് പാർക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇവിടെ ഇന്ന് പക്ഷേ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞങ്ങൾ അന്ന് വന്ന സമയത്ത് ഇവിടെ അങ്ങനെ തിരക്കില്ലായിരുന്നു. അങ്ങനെയല്ല, തീരെ തിരക്കില്ലായിരുന്നു. അപ്പോൾ നല്ല പീസ്ഫുള്ളായിട്ട് ഞങ്ങൾക്കിങ്ങനെ നടന്നിങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഒന്നാമത് സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ അത്യാവശ്യം നല്ല തിരക്ക് കാണുന്നുണ്ട്. അതുകൊണ്ടോ ടിക്കറ്റിങ്ങിൻ്റെ സ്ഥലത്തൊക്കെ നല്ല തിരക്കുണ്ട്. ഇതാ ഇപ്പം വേറെയും
വണ്ടിയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ടൂറിസ്റ്റ് കുട്ടികളൊക്കെ സ്കൂളിൽ കുട്ടികളൊക്കെ വരുന്നതാന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന്. എന്നാലും നമുക്ക് ചെന്ന് നോക്കാം ഉള്ളിൽ എങ്ങനെയുണ്ട്. ഇവിടെ നല്ല തണലാട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഫസ്റ്റ് ഇങ്ങോട്ടേക്ക് വന്നത്. അതാകുമ്പോൾ ഈ ഇപ്പം നട്ടുച്ച സമയമല്ലേ, എന്നിട്ട് ഇവിടെ ഒട്ടും തണലില്ല. അപ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് ഇവിടെ ഇങ്ങനെ നടന്ന് കാണാം. എന്നിട്ട് വെയിലൊന്ന് താഴ്ന്ന സമയത്ത് നമുക്ക് സൂവിലേക്ക് പോയാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലേ, കുട്ടികളുള്ളതല്ലേ. അപ്പം വെയിലത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതാ ഓടുകയാണ് ഉപ്പാൻ്റെ കൈയും പിടിച്ചിട്ട്. ഇതാ ഇവിടെ ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുണ്ട് കേട്ടോ. അപ്പൊക്കും സനൂപും കൂടി ആദ്യം മുന്നിൽ നടന്നുപോയി. എമിനുവിനെയും പിരിനെ കൊണ്ടുപോയിട്ട് അവരെ കണ്ടുപിടിക്കണം. അതാ അവരവിടെ എമിനുവിനെയും പിരിനെയും ഊഞ്ഞാലാട്ടിക്കൊണ്ടിരിക്കുന്ന. ഇവിടെയാണ് ഞാൻ പറഞ്ഞ മയിലുള്ളത്. ഞാൻ കേട്ടോ അതുണ്ടോ എന്നാ കുഞ്ഞിന് എന്താ കാറ്റ് പോയി. എമിനുവിന് എന്ത് പക്ഷികളെ കണ്ടാലും എനിക്ക് കാക്കയാട്ടോ. ഞങ്ങൾക്ക് ആകെ കാക്കേൻ്റെ പേര് മാത്രമേ അറിയുള്ളൂ. അവിടെ അതാ ഒരു ആൺമയിൽ നിൽക്കുന്നു. അവിടെ രണ്ടാളുണ്ട് കേട്ടോ. അല്ല രണ്ടല്ല, 3 ആളുണ്ട്. ആ ചെടീൻ്റെ ഉള്ളിൽ കൂടെ ഒരാൾ വരുന്നതാണ്. ഇനി ഏതാ കാക്കാന്ന് പറഞ്ഞിട്ട് മയിലിനെ കണ്ടപ്പോൾ അങ്ങോട്ട് കയറി. അതൊരു വൈറ്റ് കളർ പീക്കോക്ക് കേട്ടോ. അതാരേ നമുക്ക് നമ്മൾ ഈ പാർക്ക് ഫുള്ള് കണ്ടു കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ മക്കൾക്ക് ഭക്ഷണം വാങ്ങി വെച്ചില്ലേ. അപ്പോൾ എമിനൂസിനും പീരിക്കും ഫുഡൊക്കെ കൊടുത്ത്. അപ്പോൾ ഈ പാർക്കിൽ നിന്ന് തന്നെ ഒരു വഴി കൂടെ പോയാൽ നമുക്ക് സൂവിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും. അപ്പോൾ നമ്മൾ ടിക്കറ്റ് നമ്മൾ ഇവിടെ നിന്ന് എടുക്കണം. അപ്പോൾ അപ്പൊക്കെ അവിടെ അതിൻ്റെ ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൽ നടന്നിട്ട് സൂവിലേക്ക് പോകും. അപ്പോൾ ടിക്കറ്റ് കിട്ടി. നമ്മളെന്നിട്ട് ഈ പാർക്കിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഒരു വഴി കൂടെ പോയാൽ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. നടന്നു പോയാൽ നമ്മൾ സൂവിലെത്തും. അപ്പോൾ നമ്മൾ ഇതിലെ സൂവിലേക്ക് നടന്നു പോവാണ്. സൂവിലെത്തിയിട്ട് വേണം ഞങ്ങളെല്ലാവരും കൂടി നടക്കുന്ന. അപ്പൊക്കെ എമീനും കൊണ്ട് മുന്നിൽ പോയതാ, ഓടിയതാന്ന് തോന്നുന്നു. ഇപ്പോൾ കാണുന്നില്ല ഇവിടെ എവിടെയോ. ഇതാ ഇതിലെ ആട്ടോ നമ്മൾ സൂവിൻ്റെ ഉള്ളിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന സെക്യൂരിറ്റി ചേട്ടൻ്റെ കയ്യിൽ നമ്മൾ ടിക്കറ്റ് കാണിക്കണം. നമ്മളെടുത്ത അത് കാണിക്കുമ്പോൾ നമ്മളെ ഉള്ളിലേക്ക് കടച്ചു. സനൂപ് അവിടെ ഫോട്ടോഷൂട്ടാണ്. ആശയാണ് നമ്മളെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ. അയ്യോ, ആശിൻ്റെ കയ്യിൽ എൻ്റെ ബാഗും ഉണ്ട്. നമ്മളിതാ നടന്ന് സൂവിൻ്റെ ഉള്ളിലെത്തി കേട്ടോ. അധികമൊന്നും നടക്കാനില്ല, ഒരു 5 മിനിറ്റൊക്കെ നടക്കാനുള്ളൂ. എന്തൊക്കെയാ മൃഗങ്ങളൊക്കെ ഉണ്ട്. അതെന്താ മേ പക്ഷെ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ശരിക്കും അടുത്തിട്ടോ, നടക്കാനൊന്നും ആവുന്നില്ല. നമ്മൾ കുറേ മൃഗങ്ങളെയൊക്കെ കണ്ടു. പിന്നെ
ഒന്നാമത് നടന്നിട്ടാവുന്നില്ല. പിന്നെയാണെങ്കിൽ എമിനൂസ് ഒന്നും രാവിലെ മീൻസ് പകല് മക്കൾ ഉറങ്ങുമല്ലോ, അപ്പോൾ അവരൊന്നും ഉറങ്ങാത്തതുകൊണ്ട് ഭയങ്കര ഷാടിയായിരുന്നു. എന്നിട്ടിപ്പോൾ ഉറങ്ങിപ്പോയി അവൻ. അപ്പോൾ നമ്മളിവിടുന്ന് മെല്ലെ ഇറങ്ങാൻ നോക്കുക. മൊത്തമൊന്നും കണ്ടിട്ടില്ല, എന്നാലൊരു പകുതി ഭാഗങ്ങളൊക്കെ കവർ ചെയ്തു. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് മെല്ലെ ഇറങ്ങാം. വിശക്കുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ നമുക്ക് ത്രിബിളാറിൽ പോയിട്ട് നല്ല മട്ടൻ ബിരിയാണി അടിക്കാം. അപ്പോൾ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ത്രിബിളാറിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പോകുന്ന വഴിക്ക് കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, അപ്പം അത് വാങ്ങി കഴിച്ചിട്ടോ. കുഴപ്പമില്ല, രസം ഫ്രഷ് അല്ലേ. നമ്മൾ ത്രിബിളാറത്തെ മട്ടൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നിരുന്നു. പക്ഷേ ഹോട്ടലെന്തോ കുട്ടി ക്ലോസ്ഡാണ്. അപ്പോൾ അതുണ്ടോ, അതാണ് ത്രിബിളാർ ഹോട്ടല്. എന്താ ക്ലോസ് ചെയ്തതെന്ന് അറിയില്ല. അപ്പം ഇനി വേറെ എവിടെയെങ്കിലും പോയിട്ട് നല്ല ഫുഡ്. ഇവിടെ മറ്റേ പാക്കില്ലേ, അതുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊന്ന് വാങ്ങി നോക്കാം. ഇതാണ് കേട്ടോ സാധനം, സ്വീറ്റ്. ഒന്ന് കഴിച്ചു നോക്കാം. അവിടെ ക്ലോസ്ഡ് ആയതുകൊണ്ട് ഞങ്ങളിപ്പം വേറൊരു ഹോട്ടൽ വന്നതാണ്. ഇവിടുത്തെ ബിരിയാണിയും നല്ലതാണെന്നാണ് പറഞ്ഞേ. അപ്പോൾ പിള്ളേർക്ക് എന്തായാലും ഞങ്ങൾ കഴിച്ചിട്ടേ പോവുള്ളൂ. അപ്പം വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് മുന്നേ അവിടെ കയറി അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് വന്ന് വീട്ടിലേക്ക്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ ബിരിയാണി കഴിക്കാം. അപ്പോൾ അവിടെ നല്ല ക്യാരറ്റ് ഹൽവ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മേടിച്ചു. നല്ല ചൂടുണ്ടായിരുന്നേ, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. എൻ്റെ കൈ ഇങ്ങനെ പൊള്ളുന്നുണ്ടായിരുന്നു. ആ പാത്രം പ്ലാസ്റ്റിക് ആയിട്ടൊക്കെ തുറന്നപ്പോൾ തന്നെ നല്ല നെയ്യിൻ്റെ മണം, നല്ല അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ഇട്ട് വറുത്തുണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം ഒരു സ്പൂൺ എടുത്ത് വായിലിട്ടിട്ട് എൻ്റെ വായി അങ്ങ് പൊള്ളിപ്പോയി. അപ്പോൾ ഞാൻ ആശുപത്രി ക്യാമറ പോയി എൻ്റെ വായി പൊള്ളിപ്പോയി. അവിടുന്ന് മട്ടൻ ബിരിയാണി കഴിച്ച്. പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമായില്ല. ഒരു മട്ടൻ എന്തോ ഒരു പോലെ ഉണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. ഇതുണ്ട്, ഇത് ഞങ്ങൾ അപ്പാർട്ട്മെന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വെറൈറ്റി സാധനം കണ്ടാണ്, ബാർബിക്യൂ ടാക്സി. ഇതൊരു പഴയ ടാക്സിയാണ്. അതൊരു ടാക്സിന്റെ ബാക്ക് ഡിക്കി സൈഡാണ് അവരിങ്ങനെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ വയർ ഫുള്ളായിട്ട് ടേസ്റ്റ് ചെയ്യാൻ തോന്നുന്നില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇനി ഇറങ്ങുമ്പോൾ ഇതൊന്ന് വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളിപ്പം ഞങ്ങളെടുത്ത അപ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ ഉള്ളത്. ഞങ്ങൾ ഒരു 6:30-7 മണിയായപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിലേക്ക് വന്നു, ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. കാരണം നമ്മൾ വയനാട്ടിലാണ്. അപ്പം വയനാട്ടിലേക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് പോകണ്ടേ. അപ്പം രാത്രി അത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ക്ഷീണമാവണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഉറങ്ങി റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് തിരിച്ച് റൂമിലേക്ക് വന്നതാണ്. കിടന്നിട്ട് ഉറങ്ങിപ്പോയി. ഞങ്ങൾ മക്കൾക്ക് കൊടുക്കാനുള്ള ഫുഡൊക്കെ മേടിച്ചിട്ട് ഗീ റൈസും പരിപ്പ് കറിയൊക്കെ മേടിച്ചിട്ടായിരുന്നു വന്ന്. പക്ഷേ അതൊക്കെ കഴിക്കുന്നതിന് മുന്നേ പീലിയും ഉറങ്ങി, എമിനൂസും ഉറങ്ങി. അപ്പോൾ ഇനി എണീക്കുമോയെന്നറിയില്ല. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞു, 10:15. എണീറ്റിട്ടുണ്ടെങ്കിൽ അവർക്കത് കൊടുത്ത് നമ്മൾ പെട്ടെന്ന് ഡ്രസ്സും ചേഞ്ച് ചെയ്ത് ഇറങ്ങും. എനിക്കൊന്ന് റൂം എടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് അപ്പാർട്ട്മെൻറ്റ് എടുക്കുന്നത് കേട്ടോ. കാരണം റൂം ഇന്നലെ ഒന്നാമത് ഞങ്ങൾക്ക് റൂം കിട്ടിയില്ല. പിന്നെ ഉള്ളൊരു റൂം ഞങ്ങൾ രാവിലെ 11 മണിയാകുമ്പോൾ ചെക്കൗട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ അപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് 24 hours ഉണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ 4:30-5 മണി ആയപ്പോഴാണ് ചെക്ക് ഇൻ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി നാളെ രാവിലെ 5 മണി വരെ വേണമെങ്കിൽ ഇവിടെ നിൽക്കാം. അപ്പം ഇതാകുമ്പോൾ സുഖമല്ലേ. രാവിലെ ഞങ്ങൾ ലേറ്റായിട്ട് എണീറ്റേ. പിന്നെ മക്കൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് പയ്യെ ഇറങ്ങി. ലഗേജൊക്കെ ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. എന്നിട്ട് പിന്നെ എല്ലാം ഒന്ന് കറങ്ങി കഴിഞ്ഞ് ഒരു 6-7 മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്ന് ഞങ്ങൾ പിന്നെ റെസ്റ്റ് ചെയ്ത് ഇനി ഇപ്പം മെല്ലെ ഇറങ്ങണം. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആകുമ്പം നല്ല സൗകര്യം. ഇവിടെയാണെങ്കിൽ കിച്ചണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ പാത്രങ്ങളൊന്നുമില്ല. ഇത് പക്ഷെ മക്കൾ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിയിട്ട് ഇവിടുന്ന് നമ്മൾ സൗകര്യത്തിന് കൊടുക്കാൻ കേട്ടോ ഇത്. അപ്പോൾ ഇനി മെല്ലെ അപ്പൊക്ക് ഇതുവരെ എണീച്ചിട്ടില്ല. അപ്പൊക്കാണ് മെല്ലെ എണീപ്പിച്ചിട്ട് ഇനി മെല്ലെ ഇറങ്ങണം. എനിക്ക് ത്രിബിളാർത്ത് ബിരിയാണി വിസിയാനി വീട്ടിലേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇത്ര ലേറ്റ് ആയതുകൊണ്ട് ഭക്ഷണം കഴിക്കുമോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാണ്ട് പോവോ എന്താണെന്നുള്ളതറിയില്ല. കാരണം ഒന്നാമത് ഈ സമയത്ത് അവിടെ ഭയങ്കര തിരക്കുമായിരിക്കും. പക്ഷേ 6:30 ഒക്കെ ആയപ്പോഴാണ്
ഉച്ചക്കത്തെ ചോറ് കഴിക്കുന്നത്. അപ്പോൾ ആ ബിരിയാണി കുഴപ്പമില്ല, മോശമൊന്നുമില്ല. പക്ഷേ അത് കഴിച്ചിട്ട് എനിക്കിപ്പോൾ വിശക്കുന്നില്ല. പക്ഷേ എനിക്ക് മറ്റ് ബിരിയാണി ആലോചിക്കുമ്പോൾ എനിക്കത് കഴിക്കണമെന്നുണ്ട്. പിന്നെ നമ്മൾ രാവിലെ പോയ ദോശക്കടയില്ലേ, അവിടെ രാത്രി വേറെ എന്തൊക്കെയോ വെറൈറ്റീസ് ഉണ്ടെന്ന് അപ്പം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ കഴിക്കണമെന്നുണ്ട്. ലെറ്റ് മീ സീ എന്താ ഇറങ്ങിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ ഞങ്ങൾ പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങിട്ടോ. നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു സമയമായി. 12 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുന്നത്. അപ്പോൾ ത്രിബിളാർ ഹോട്ടലൊക്കെ കിട്ടി. അവിടുത്തെ ബിരിയാണി ഒന്നും ഇനിയില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഹോട്ടൽ കാണുകയാണെങ്കിൽ കയറി ഭക്ഷണം കഴിക്കാന്നുള്ള സ്കീമായി. അപ്പോൾ നമ്മൾ മെല്ലെ വയനാട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ നമ്മൾ മൈസൂർ വീഡിയോ അവിടെ അവസാനിക്കുകയാണ്. ബൈ. എമിനൊരു ടാറ്റ പറയും. ടാറ്റ.